കൺമുന്നിൽ നടക്കുന്ന തെറ്റുകളെ ചോദ്യം ചെയ്യാൻ നീയൊക്കെ ആദ്യം പഠിക്കുക. കൺമുന്നിൽ നടക്കുന്ന തെറ്റുകളെ വീണ്ടും വന്നു ദിവസം ഓരോ മറ്റേ ബിഗ് ബോസിലെ അപ്ഡേറ്റ് പോലെയാണ് പുള്ളിയുടെ വീഡിയോ ഇപ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സംഭവമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നനഞ്ഞ വടക്കം പോലെ ആയിപ്പോയി ഈ ലാസ്റ്റ് വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി. പക്ഷേ പുള്ളി അത് നല്ല ഉദ്ദേശത്തോടെ കൂടെയാണെന്ന് തോന്നുന്നു പറയാത്തത്. പക്ഷെ നാദിരയുടെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാകെ ദേഷ്യം വന്നെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അഖിൽ പറഞ്ഞത് ശരിയായില്ല, ആനയാണ് അണ്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഊള വന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ അവളുടെ ഡയലോഗിൽ ഒരു ലോജിക്കുണ്ട്, അഖിലിൻ്റെ ഡയലോഗിലും ഒരു ലോജിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോജിക്ക് നോക്കി നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ട്രാജിക്കായി പോകും നമ്മുടെ കാര്യം. അതാണ് ഇപ്പോൾ ഇവരൊക്കെ വന്ന് പൊട്ടന്മാരാക്കുകയാണ് നമ്മളെ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഖിൽ വന്നിട്ട് പറഞ്ഞത് കാര്യമാണ്, 2 പേരുണ്ട്. ആരാണ് ഈ 2 പേര്? അതങ്ങ് പറഞ്ഞു തൊലിച്ചൂടെ? ഈ 2 പേരാണ്. എന്നാൽ അവന്മാർ കൊണ്ട് കേസ് കൊടുക്കുക, അവന്മാർ കൊണ്ട് തെളിയിക്കാൻ പറയുമോ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അതുകൊണ്ടായിരിക്കും പുള്ളി അത് ആരാണ് ആ 2 പേര്, ആരാണ് 2 പേര് അത് പുള്ളി പറയത്തില്ല. അത് ഞാൻ പറയത്തില്ല. അത് പറഞ്ഞുകൊണ്ട് എനിക്ക് തെളിയിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഈ അവസാനത്തെ വീഡിയോയിൽ ചോദിക്കുന്നത്. ഇതന്നല്ലേ മൈരി നമ്മൾ ചോദിക്കുന്നത് ഇതന്നെ. എന്നാൽ പിന്നെ ഇതൊക്കെ പറയാതെ ഇരുന്നൂടെ? ഇതൊക്കെ പറയുമ്പോൾ ആ പേരും പറഞ്ഞൂടെ? പേര് പറയുന്നതിൽ എന്താ കുഴപ്പം? പക്ഷെ പുള്ളി എന്ത് ചെയ്താലോ പേര് പറയത്തില്ല. ആ ഇരയായ പെൺകുട്ടിയുടെ പേരും പറയത്തില്ല. ആരാണ് കടിച്ചു കീറിയത് ആ 2 പേരുടെ പേരും പറയത്തില്ല. എന്തോ ഇത് എങ്കിൽ പിന്നെ ഇത്രയും വലിയ കൊലകാലം ഉണ്ടാക്കേണ്ട വലിയ കാര്യം ഉണ്ടാകുന്നത്? ഇതും PR വർക്കാണോ എന്ന് ചില ആൾക്കാർ ചോദിക്കും. ഞാനങ്ങനെ ചോദിക്കുന്നില്ല. എന്താണേലും നല്ലൊരു ഇനിഷ്യേറ്റീവായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പുള്ളി പറഞ്ഞത് നാട്ടിൽ നടക്കുന്ന തെറ്റുകളൊക്കെ ചോദിക്കാൻ പഠിക്കുക. അതിനെതിരെ അതിനെതിരെ ഒരു ചോദ്യം വെക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു കടമയാണ്. അത് പുള്ളി പറയുന്നത് ശരിയാണ്. പക്ഷെ എന്താണേലും ഈ 2 പേരെ പേര് പറയാത്തത് പുള്ളിയുടെ കടമ പുള്ളി ഫുള്ളായിട്ട് ചെയ്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണേലും ഇപ്പോൾ എന്നെ വന്ന് കുറേ തെറി പറയാം കുറേ ആൾക്കാർ. തെറി പറഞ്ഞാൽ എനിക്ക് മൈരാണ്, അത് പോട്ടെ. പക്ഷെ നാദിര പറഞ്ഞതിൽ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഫയൽ സൂപ്പറേഷൻ മറ്റേ ബിഗ് ബോസ് നടത്തി. അന്നേയാണ് ഇയാളെ സുഖമായിട്ട് പുറത്താക്കാറുന്നല്ലോ, മെഡിക്കൽ റീസൺ കാരണം അഖിൽ പോയി എന്ന് പറയാറുന്നല്ലോ എന്നാണ് നാദിര പറഞ്ഞിട്ട് പോയത്. നാദിര കുറച്ച് പേഴ്സണലായിട്ട് എടുത്തിരിക്കാൻ തോന്നുന്നു ഈ കാര്യം. എന്തൊക്കെയാണേലും ആകെ ചീഞ്ഞളിഞ്ഞ് മാറിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജാസ്മിൻ്റെയൊക്കെ കാര്യം കട്ടപ്പുകയാണ് ഇനി. അല്ലേലേ അവൾക്ക് നല്ല പേരാ. ഈ ഒരു അലിഗേഷൻ പറഞ്ഞ ആൾക്കാർ അവളുടെ മറ്റേ ഉമ്മേനെയും ഒക്കെ പോയി തെറി വിളിക്കുമെന്ന് തോന്നുന്നു. നിങ്ങളെ ഫോണാണോ കിടന്നു കൊടുത്തത് എന്നും പറഞ്ഞോട്ട് പോയി ചോദിക്കാൻ തോന്നുന്നു. ഇത് ഈ സംഭവം സിനിമ ഫീൽഡിലും എല്ലാ ഫീൽഡിലും ഒരുമാതിരിപ്പെട്ട ഫീൽഡിലും ലേഡീസ് ഉള്ള സ്ഥലത്തെല്ലാം ഈ ഒരു പ്രശ്നം ഉള്ളതാണല്ലോ. ഒരു ഓഫീസിൽ പോയാലും ഒരു സ്കൂളിലായാലും ഒരു കോളേജിലായാലും എവിടെ പോയാലും ഈ വക മയില് പരിപാടി കാണിക്കാത്തത് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ആ ചുരുക്കം ആൾക്കാർ കാരണമാണ് നാട്ടിൽ മഴ പെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണല്ലോ അങ്ങനെ പോട്ടെ. പക്ഷേ പുള്ളി ഈ പറഞ്ഞ കാര്യങ്ങൾ പുള്ളിക്ക് തെളിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണേലും പുള്ളി 2-3 ദിവസം കൊണ്ട് ആകെ ഒരു കോലാഹലം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ. ഇത് ബിഗ് ബോസ് പരിപാടി ഇപ്പോൾ കേരളത്തിലായിരുന്നു നടന്നെങ്കിൽ ആ സ്റ്റുഡിയോയ്ക്കെതിരെ ആൾക്കാർ പോയി കല്ലെറിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ. എന്താണേലും അത് ചെന്നൈയിലായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വലിയ ദൂരമൊന്നും ഇല്ല. പക്ഷേ തമിഴ്നാട് പോലീസിന് നല്ല ഇടി കിട്ടും. പിന്നെ അവന്മാർ കുറേ കാശും പിടിച്ച് മേടിക്കും. അതുകൊണ്ട് അതിനായിട്ട് പോവില്ല ആൾക്കാർ. ആ സ്റ്റുഡിയോ കുറച്ച് ദൂരെയാണ്, കുറച്ച് ഔട്ടർ ഏരിയയിലാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്താണേലും നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഇയാൾക്കെതിരെ ഇനി ആരൊക്കെ കേസ് കൊടുക്കുന്നതാണ് എനിക്ക് നാദിരയുടെ വർത്തമാനം കേട്ടിട്ട് PR വർക്ക് പോലെ ചിലർക്ക് തോന്നും. പക്ഷേ നാദിര കുറച്ച് ലോജിക്കലിയാണ് സംസാരിച്ചത്. അതാണ് പുള്ളിക്ക് ആകെ ദേഷ്യം വന്നതെന്ന് തോന്നുന്നു ആ കണ്ടപ്പോൾ. എന്താണേലും ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. ഇവന്മാരല്ലേ ഈ ഏഷ്യാനെറ്റ് എൻ്റെ ഒരു കുത്തഴിഞ്ഞ് പോയെന്ന് തോന്നുന്നു. ഇവന്മാരുടെ കാര്യം ഒരു പൊട്ടന്മാരാണോ? ഇത് മനഃപൂർവ്വമാണോ? അതോ അറിഞ്ഞിട്ട് കെയർ ചെയ്യാത്തതാണോ? അതോ അറിയാത്തതാണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച ഉണ്ട്. 50-ാം ദിവസം ബിഗ് ബോസ് ആന അണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊച്ചു വന്ന് പറയുന്നുണ്ട് അതിനാകെ 10 വയസ്സേ ഉണ്ടാവുള്ളൂ. 16 വയസ്സ് പ്ലസ് എന്നാണ് എഴുതി കാണിക്കുന്നത് ഷോയിൽ. 16 വയസ്സ് പ്ലസ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന ഹോട്ട്സ്റ്റാറിലെ ഷോയിൽ അത് ഏഷ്യാനെറ്റിൽ ഈ കുട്ടിയൊക്കെ കാണുന്നു എന്ന് പറഞ്ഞ് കാണുന്നത് സ്വാഭാവികമാണ്. അതിപ്പോൾ ഇൻ്റർവ്യൂ എടുത്ത് കാണിക്കണോ? ആ കൊച്ചു വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു ക്ലിപ്പിങ് ഞാൻ വെക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഗബ്രിയിൽ നിന്ന് എന്താ പറയുന്നത് വായിക്കാമെന്ന് പറയുമ്പോൾ മറ്റേ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോഴേ ഏതോ ഈ മറ്റേ മുടിയുടെ എന്തോ സംഭവമാണ്. അപ്പോൾ ഡസ് എന്നുള്ളതിന് DOSC എന്നാണ് എഴുതി കാണിച്ചത്. അങ്ങനെ കുറേ മിസ്റ്റേക്സ്, കുറേ തെറ്റുകളൊക്കെ പറ്റുന്നുണ്ട്. ഇത് പക്ഷേ സില്ലി എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാം. പക്ഷെ എനിക്കത് വലിയ സില്ലിയായിട്ടൊന്നും തോന്നുന്നില്ല. ഈ കൊച്ചു വന്നിട്ട് അവിടെ ഈ ഒരു
പ്ലാറ്റ്ഫോമിൽ, അതും ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ, അതും മറ്റേ ലാലേട്ടനെ പോലത്തെ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ വന്നിട്ട് സംരക്ഷണം ചെയ്യുന്ന ആ ഒരു പരിപാടിയിൽ കാണിക്കുന്ന ഒരു സീനിൽ ഒരു ചെറിയ കൊച്ച് 10 വയസ്സ് പ്രായം കാണത്തുള്ളതിന്, അത് കഴിഞ്ഞിട്ട് 2-3 കൊച്ചുങ്ങളെ വേറെ കാണിച്ചു. അതിന് തന്നെ 16 വയസ്സ് കാണത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ അത് കുറച്ച് വലിയ പിള്ളേരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് തീരെ ചെറുത്, ഒരു 3-ാം ക്ലാസ്സോ 4-ാം ക്ലാസ്സോ. അതിനെ വർത്തമാനം പറയാൻ തന്നെ അയ്യ. ഞാൻ ആ ക്ലിപ്പിങ് വെക്കാം, നിങ്ങൾ കണ്ടു നോക്കും. വോയിസ് ഒന്നും അങ്ങനെ ക്ലിയർ അല്ല അതിൻ്റെ, പക്ഷേ എന്നാലും കേൾക്കാം, കൊച്ചിനെ കാണുകയും ചെയ്യാം. എൻ്റെ പേര് കെയ്റ്റിൻ സൂരജ്. ഞാൻ പാലാരിവട്ടത്തു നിന്നാണ്. ഞാൻ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണാറുണ്ട്. എൻ്റെ വീട്ടിലെല്ലാവരും കാണാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. നാദിര പേയ്മെൻറ്റ് വാങ്ങിയിട്ട് സംസാരിക്കുന്നു എന്നല്ല പുള്ളി പറഞ്ഞത്. പുള്ളി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നാദിരയ്ക്ക് കമൻറ്റ് ചെയ്യുന്നവന്മാർ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ഉള്ള PR വർക്കാണ് എന്നാണ് പുള്ളി പറയുന്നത്. എന്താണേലും ചീഞ്ഞളിഞ്ഞ് നാറി പോയി സംഭവം. പക്ഷെ ഇതിങ്ങനെ കവറായി, ഇതിങ്ങനെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്ന് വലിയൊരു ഔട്ട്കം ഒന്നും വരാൻ പോകുന്നില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ ആളില്ല. കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ആൾക്ക് ഈ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ആരുടെയും പേരും പറയാൻ വയ്യ. പേര് ഞാൻ പറയണോ, അവരുടെ ജീവിതം തകർന്നു പോകുമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കതൊന്നും ആവശ്യമില്ല. ഈ ആൾക്കാരെ ജോലി എന്ന് പറഞ്ഞു വിടണം, അതായത് ഈ ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിൽ നിന്ന് അവരെ പറഞ്ഞു വിടണം എന്നാണ് പുള്ളി പറയുന്നത്. എന്തുവാ ഇത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്താണോ ഇതിനുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിൽക്കുമോ? നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത്, അത് അവിടെ അങ്ങ് നിൽക്കുമോ? അങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? ഇത്രയും വിവരം ഇതൊക്കെ ഉള്ള ആളാണ് ഈ പറയുന്നത്. ഒന്നെങ്കിൽ ആ പേര് പറയുക, അല്ലെങ്കിൽ ഈ കാര്യം മിണ്ടാണ്ടിരിക്കുക. ഇപ്പോൾ ഒന്നും മിണ്ടത്തില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവസാനം നല്ലൊരു ഫ്ലോയിൽ വന്നതാണ്. ഒരു രസം, ഇത്രയും കൂടെ സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ വീടും കൂടെ അങ്ങ് പൊളിഞ്ഞു കിട്ടിയാലെന്ന് പറഞ്ഞ പോലെ. എന്തോ പറയാനാണ്.